ഹായ് ഗൈസ്, ഇതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ വരുന്ന പിള്ളേരുടെ അവസ്ഥ. ഇന്നലെ IIT ട്രെയിനിങ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അമ്മയെന്ന് പറഞ്ഞാൽ വീട്ടിലെ ഫുഡ് വേണ്ട, അതെന്താ കാര്യം? അമ്മക്കറിയാം 12 മണിക്കൂർ ഡ്യൂട്ടി എടുത്താൽ അതിനകത്ത് 1/2 മണിക്കൂറായിരിക്കും ഈ 3 നേരത്തെ ഫുഡും കഴിക്കാൻ. വീട്ടിലാണെങ്കിൽ പാലോചിക്കും ഇതൊക്കെ എന്തിനെന്ന്. അതും 1/2 മണിക്കൂർ, ആ ഒരു 10 മിനിറ്റ് കൂടിയ തെറി. ഓക്കെ, പിന്നെ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞുകൊണ്ട് പറയാം. BSc ഇൻ ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു എൻ്റെ കോഴ്സ്. അത് കഴിഞ്ഞ് ഹിൽട്ടൺ ഗാർഡൻ വേണ്ടല്ലേ ഒരു ഹോട്ടലിൽ ട്രെയിനിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ, അതായത് എടുക്കാൻ പോകുന്നമാരോട് പറയുക. എല്ലാവരും വിചാരിക്കും സെറ്റാണ്, പക്ഷേ കഷ്ടപ്പെട്ടാൽ കൊള്ളാം. പിന്നെ പറയാനുള്ള, പോവുകയാണെങ്കിൽ എല്ലാവരും IHM പോകാൻ നോക്കുക. കേരളത്തിൽ കോവളത്തുണ്ട്, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് IHM അവിടെയൊക്കെ ഉണ്ട്, അവിടെ പോകാൻ നോക്കുക. പിന്നെ നമുക്ക് ഈ പോകുമ്പോൾ ഉള്ള എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പം, ഞാനും ഒരു 3 വർഷം മുമ്പ് ഹോട്ടൽ മാനേജ്മെൻറ്റ് എടുക്കാം, ഞാനും ഇങ്ങനെ റീലിനകത്ത് ആടൊക്കെ കണ്ടു പോയാണ്. നമ്മുടെ അഖിലിനാറിൻ്റെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. BSc പഠിക്കാനോടാ, BSc ഷിപ്പിൽ, എയർലൈനിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയി എടുത്തതാണ്. പക്ഷേ കൊള്ളാം, നമ്മൾ ജീവിതം പഠിക്കും, അതുപോലെ കുറേ കഷ്ടപ്പെടും. ഞാൻ പറയാം, 12 മണിക്കൂർ ഷിഫ്റ്റ്, 12 കൂടിയാലേ ഉള്ളൂ. ഞാൻ ET എടുത്ത്, അതായത് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോഷൻ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ 12-13 മണിക്കൂർ, 12 കൂടിയാലേ ഉള്ളൂ. അപ്പം അത്രയും മണിക്കൂർ പണിയെടുക്കും. ഇപ്പോൾ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു അങ്ങനെ ജനറൽ ഷിഫ്റ്റ് ഒന്നും കിട്ടണമെന്നില്ല. അപ്പം 12 to 12 ആയിരിക്കാം, 11 to 11 ആയിരിക്കാം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ ഫ്രണ്ട് ഓഫീസ്, റെസ്റ്റോറൻറ്റ്, അതായത് റെസ്റ്റോറൻറ്റ് മീൻസ് F&B, അത് ബാറിലാവാം, റെസ്റ്റോറൻറ്റിലാവാം, ബാങ്ക്വറ്റിലാവാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൗസ് കീപ്പിങ്, വാഷ്റൂം കഴുകൽ, അതാണ് മെയിൻ പണി. വാഷ്റൂം കഴുകൽ, ബെഡ് അടിക്കാൻ കിട്ടിയ ബെഡ് അടിക്കൽ, അതൊക്കെ തന്നെ. പിന്നെ പ്രൊഡക്ഷൻ സെറ്റ്. പ്രൊഡക്ഷനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൊള്ളാം, ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ പോകാം. പക്ഷെ നമ്മൾ ചെയ്തേ പറ്റൂ, കാരണം 4 ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യണം. അപ്പം ഞങ്ങളുടെ ഹോട്ടലിൽ അങ്ങനെ ആയിരുന്നു, 4 ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തേ പറ്റും. അങ്ങനെ അത് നിങ്ങൾ ഇത്രയൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഷിഫ്റ്റ് കയറിയാൽ രാത്രി 12 മണിക്ക് ഇറങ്ങാൻ പറ്റൂല. 12 മാക്സിമം 1 ആവും. 1 ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റൂമായിരിക്കും, അടുത്ത റൂം എടുത്തവർ പോകും. എങ്ങനെ ആയാലും ഒരു കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് 2:30, ഒന്ന് ഉറങ്ങാൻ സെറ്റായവർ പോകും. ഫോൺ നോക്കിയില്ലെങ്കിൽ 2 മണി ഒക്കെ ആകുമെന്ന് വിചാരിച്ചു. 2 മണിക്ക് ഉറങ്ങിയാൽ ഇത്രയും നേരം നിന്ന് പണിയെടുത്തതിൻ്റെ ക്ഷീണം മാറി വരുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഓടണം അടുത്ത ഷിഫ്റ്റിലോട്ട്. അപ്പം ഡെയിലി ഇങ്ങനെ ഞങ്ങൾക്ക് മാസത്തിൽ 4 ഓഫ്. അപ്പോൾ ആ ഒരു ഓഫിന് വേണ്ടി കാത്തിരിക്കും ഒരാഴ്ചത്ത്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല, അതൊക്കെ തന്നെ. അപ്പം ഇതൊക്കെ കഷ്ടപ്പാട്. പിന്നെ വെളിയിലോട്ട് പോയാൽ സെറ്റ്. ഇവിടെ ഒരു വർഷം 2 വർഷമൊക്കെ നിന്ന് കഴിഞ്ഞാൽ വെളിയിലോട്ട്, അതായത് ഈ വേലയും കൂലി ഇല്ലാതെ നിൽക്കേണ്ട വരത്തില്ല. നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി നിന്ന് കഴിഞ്ഞാലും പ്രൊമോഷനൊക്കെ വേണ്ടി സെറ്റായിട്ട് പോകാം. പക്ഷെ കുറേ കഷ്ടപ്പെടണം, നല്ല പണിയാണ്. അപ്പം അവസാനമായിട്ട് പറയാനുള്ള, ഇതാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഇങ്ങനെ IIT ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വൈറലായി രക്ഷോട്ട് പോയാലോ എന്ന് വിചാരിച്ച് ചെയ്യുക, കാരണം പണിയെടുക്കാൻ വയ്യ. ഓക്കെ, ബൈ.